ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്കൂൾ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ഹിയോക്കിക്ക് അവൻ്റെ ആ ഒരു ലെൻസ് നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അവനിപ്പോൾ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ണാടി വെച്ചിട്ട് വതാരയുടെ കൂടെ റൂമിൽ നിന്ന് തിരിച്ചിങ്ങനെ വന്ന് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നിരിക്കുമ്പോഴത്തേക്കും ഹോത്തയും നക്കാസത്തിയും മോറിസാക്കിയൊക്കെ തന്നെ ഇവനെ നോക്കിയിട്ട് നിന്നെ കാണാൻ ഈ കണ്ണാടി വെച്ചപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ നിങ്ങൾ ചുമ്മാ പറയുന്നതായിരിക്കും എന്നിങ്ങനെ തിരിച്ചു പറയുമ്പോഴത്തേക്കും വതാരയാണെങ്കിൽ എഴുന്നേറ്റ് ഹിയോക്കിയുടെ അടുത്തേക്ക് വന്നിട്ട് അല്ല സീരിയസ് ആയിട്ടും നിന്നെ കാണാൻ ശരിക്കും ക്യൂട്ടാണ് എന്നെനിക്ക് തോന്നുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ആ ടൈമിന് നക്കാസത്താണെങ്കിൽ നമുക്കാണെങ്കിൽ ഇനി കുളിക്കാനായിട്ട് പോയാലോ, നീ കുളിക്കുന്ന ടൈമിന് കണ്ണാടി മാറ്റുമല്ലോ, നിനക്ക് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നിന്നെ കുളിക്കാനായിട്ട് പോവാണ്. കുളിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരുമിച്ച് കുളിക്കുന്ന ആ ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. അവരങ്ങനെ ആ ഒരു ഏരിയയിലേക്ക് പോകുന്ന ടൈമിന് ഒരു ഗ്രൂപ്പ് പിള്ളേർ ഓൾറെഡി കുളിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ ഹിയോക്കിയുടെ ഫ്രണ്ടായിട്ടുള്ള സുജിത്താനി ഉണ്ടായിരുന്നു. അങ്ങനെ ഹിയോക്കി ആണെങ്കിൽ നിങ്ങൾ പോക്കോ, ഞാൻ ഇവനോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്കും സുജിത്താനിയാണെങ്കിൽ ഹിയോക്കിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീയാണെങ്കിൽ വതറായുടെ കൈയൊക്കെ പിടിച്ച് കൂടെ നടന്ന കേട്ടല്ലോ, അത് മാത്രമല്ല ഇപ്പം അവരെ നാലൊരു ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസിലെല്ലാം നീയും കൂടെ ഉണ്ടല്ലോ, വന്ന് നീയും ഹിറ്റായിക്കൊണ്ടിരിക്കുക, സത്യം പറ എന്താ നടക്കുന്നത്, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഉണ്ടോ, അല്ല ലവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് നീ എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങനെയൊന്നും ഇല്ലാന്നൊക്കെ തിരിച്ച് ഹിയോക്കി പറയുന്നുണ്ട്. ഇതേ സമയം വതറായി അകത്ത് കയറി നിന്നിട്ട് ഇവരിങ്ങനെ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹിയോക്കി സംസാരിച്ചതിന് ശേഷം തിരിച്ച് കയറി വരുമ്പോഴത്തേക്കും വതറായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ സംസാരിച്ചതെന്ന്. ഹിയോക്കി അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്നങ്ങ് പറയുന്നുണ്ട്. അതിനുശേഷം വതറായാണെങ്കിൽ ഹിയോക്കിയുടെ അടുത്ത് കുളിക്കാനെ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ചോദിക്കുന്നുണ്ട്, നിൻ്റെ കണ്ണാടി മാറ്റുമല്ലേ, കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, നീ വേണമെങ്കിൽ എൻ്റെ കൈ പിടിച്ചോ, ഞാൻ ഒരുമിച്ച് നിന്നോട് അങ്ങോട്ടേക്ക് വരാമെന്ന്. എന്നാൽ ഹിയോക്കി കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വതറായി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നിട്ടാണ് ഹിയോക്കി വരുന്നത്. അവനാണെങ്കിൽ കണ്ണാടി മാറ്റിയതുകൊണ്ട് കാണാൻ അത്ര ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ പിടിച്ചൊക്കെയാണ് ചെന്നിരിക്കുമ്പോൾ തന്നെ വിടാനായിട്ടൊക്കെ പോകുന്നുണ്ട്. ആ ടൈമിനും വതറായാണ് അവനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഇവരാണെങ്കിൽ ബാട്ടപ്പിൽ കിടക്കുന്ന സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കും അവനെ കൈ പിടിച്ച് കയറ്റുന്നത് വതറായി തന്നെയാണ്, അവൻ വീണ്ടും വിടാതിരിക്കാനായിട്ട്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇവർ 5 പേരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നക്കാസാത്തോ ആണെങ്കിൽ ഹിയോക്കിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഇങ്ങനെ കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ നീ എങ്ങനെ സ്വിമ്മിങ് ചെയ്യുന്നു. ആ ടൈമിൽ ഹിയോക്കി ഞാനങ്ങനെ സ്വിമ്മിങ് ചെയ്യാറില്ല, പിന്നെ മുമ്പ് മിഡിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എനിക്ക് കാഴ്ചയ്ക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അപ്പോൾ ബീച്ചിൽ പോകുമ്പോഴോ അപ്പോഴും നീന്താറില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബീച്ചിൽ പോയാലും ഞാനങ്ങനെ നീന്താറില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാഴ്ചയുടെ പ്രശ്നം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മോറിസാക്കിയും ഹോത്തയൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഉടനെ കഴിയും, എന്തായാലും എനിക്കാണെങ്കിൽ നമ്മൾ ഇത്രയും പെട്ടെന്ന് ക്ലോസ് ആവുമെന്ന് വിചാരിച്ചില്ല, എനിക്ക് ട്രിപ്പ് നല്ല ഇഷ്ടപ്പെട്ടു, എന്തായാലും ഉടനെ തന്നെ സമ്മർ വെക്കേഷൻ വരെയില്ലേ, നമുക്ക് വീണ്ടും ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകാമെന്ന്. ആ ടൈമിനും ബാക്കി എല്ലാവരും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അതരായാണെങ്കിൽ ഇപ്പോൾ ഹിയോക്കിയുടെ അടുത്ത് ആ ട്രിപ്പിന് വരുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ട നീയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിൽ ഹിയോക്കി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ ട്രിപ്പിൽ നിങ്ങൾ എന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, ഞാൻ വിചാരിച്ചു നിങ്ങൾ 4 പേരും ട്രിപ്പ് പോകുന്ന കാര്യമായിരിക്കും സംസാരിക്കുന്നതെന്ന്. പിന്നീട് നൈറ്റ് ഹിയോക്കി ഉറങ്ങുന്ന ടൈമിന് നഗസാറ്റോ ആണെങ്കിൽ അവൻ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോക്കി ആണെങ്കിൽ എന്താ സംസാരിക്കാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എന്താ സാധാരണ സ്കൂൾ ട്രിപ്പിൽ വരുമ്പോൾ സംസാരിക്കുന്ന റൊമാൻസ് തന്നെ, എല്ലാവരും എണീറ്റിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അത് കേൾക്കേണ്ട താമസം ബാക്കിയുള്ളവരും കൂടെ ഉറക്കം എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. എല്ലാവർക്കും അറിയേണ്ടത് ഹിയോക്കിയുടെ ലവ് സ്റ്റോറിനെയൊക്കെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വട്ടത്തിൽ നിന്നിട്ട് ഹിയോക്കിയോട് ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ ലവ് സ്റ്റോറിനെയൊക്കെ പറ്റി പറയാനായിട്ട്. ഹിയോക്കി അപ്പോൾ അതിന് ഞാനിതുവരെ ലവ് ചെയ്തിട്ടില്ല, റിലേഷൻഷിപ്പിലായിട്ടില്ല എന്നിങ്ങനെ പറയാണ്. അവരെല്ലാവരും ഭയങ്കര പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. പെട്ടെന്ന് അവൻ ഇങ്ങനെ പറയുമ്പോൾ അവരാണെങ്കിൽ അയ്യോ മൂഡ് പോയി എന്ന രീതിയിലാവുന്നുണ്ട്. ആ സമയം ഹോത്ത ചോദിക്കുന്നുണ്ട്, അല്ല പക്ഷേ നീ ഏതൊരു പെൺകുട്ടിയെ നമ്മളിങ്ങനെ ഡേറ്റിംഗ് ആണെന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ കൂടെ നടന്നൊരു പെൺകുട്ടിയില്ലേ, അപ്പം നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഹിയോക്കി പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നില്ല, ആക്ച്വലി അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് നടന്നപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ച് അങ്ങനെ റൂമർ വന്നതാണല്ലോ, അത് ഞങ്ങൾ തമ്മിലൊന്നും ഇല്ലയെന്ന് അവൻ പറയുന്നുണ്ട്. പിന്നീട് അവർ അവരുടേതായ ലവ് സ്റ്റോറീസൊക്കെ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിൽ നഗാസാത്തോയ്ക്കും മോറിസാക്കിക്കും ഹോത്തേക്കൊക്കെ ആയിട്ട് പറയാനായിട്ട് ഇപ്പോൾ നിരാശ കഥകൾ മാത്രമേ ഉള്ളൂ. അവർക്കൊക്കെ തന്നെ റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഗേൾ ഫ്രണ്ട്സുമായിട്ട് അവരിപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് മടുത്തുപോയി, അവളെ വിട്ടിട്ട് പോയതാണ്, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നഗാസാത്തോ ഒരു സൈഡിൽ ഇരുന്ന് പറയുന്നുണ്ട്. ഹോത്തയാണെങ്കിൽ ഞാനും ഇതൊക്കെ സംഭവിച്ചാൽ റിലേഷൻഷിപ്പിലാവണ്ടേ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുക, ഞാനിപ്പോൾ ലാസ്റ്റ് റിലേഷൻഷിപ്പിലായിട്ട് കുറച്ച് നാളായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ തന്നെ വതാറായി റിലേഷൻഷിപ്പിൽ എങ്ങനത്തെ ഒരു പയ്യനാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഭയങ്കര കാര്യത്തിൽ തന്നെ ഹിയോക്കിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഹിയോക്കി നിനക്കറിയോ ഞങ്ങൾ സിമ്പിളാണ്, എന്നാൽ അവനാണെങ്കിൽ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ ഭയങ്കര പൊസസീവാണ്. അവൻ്റെ ഗേൾ ഫ്രണ്ടായിരുന്ന പെങ്കൊച്ച് പറഞ്ഞിട്ടുണ്ട് ഇവൻ ഭയങ്കര പൊസസീവാണ്, എപ്പോഴും ഇങ്ങനെ ജലസായിട്ട് എന്താ ചെയ്യുന്നത് എന്താ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുറകെ നടക്കുന്നവൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം വതറായാണെങ്കിൽ ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ, ഹിയോക്കിനി ഇവർ പറയുന്നത് വിശ്വസിക്കല്ലേ എന്നൊക്കെ അവർ തിരിച്ച് പറയുന്നുണ്ട്. ആ സമയം നക്കാസാത്തോ വതാരായുടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഹോത്തയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഹോത്തയാണെങ്കിൽ എൻ്റെ ദൈവമേ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നിങ്ങനെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കാര്യം ഹിയോക്കിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം എന്തോന്നായാലും ഹിയോക്കി അത് കേൾക്കാതിരിക്കാനായിട്ട് വതറായാണെങ്കിൽ ഹോത്തയുടെ അദ്ദേഹത്തോടെ ഒരു തലയുടെയൊക്കെ വാരി എറിയുന്നുണ്ട്.
അറിയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവരെല്ലാവരും തമ്മിലിങ്ങനെ പില്ലോ ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഹിയോക്കി ഉറക്കം എഴുന്നേൽക്കുന്ന ടൈമിൽ കാണുന്നത് ബാക്കി 4 പേരും ഓൾറെഡി ഉറക്കം എഴുന്നേറ്റിട്ട് ജനലിൻ്റെ അവിടെ കൂടെയായിട്ട് ആ ഒരു സൺറൈസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. ആ ടൈം അവൻ പെട്ടെന്ന് ഇവരാണെങ്കിൽ ഈ സൺറൈസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ എന്തോ ആലോചിച്ച് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ഇവനിനി വയ്യേ എന്തെങ്കിലും പറ്റുമോ എന്ന് എഴുതിയിട്ട് ഇവർ ടെൻഷനായിട്ട് അടുത്ത് നിന്ന് എന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ്റെ പേരിൻ്റെ അർത്ഥം മോർണിംഗ് സൺ ആണെന്ന് അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ വതാറായാണെങ്കിൽ ഓ അത്രേ ഉണ്ടായിരുന്നുള്ളൂ, അത് ആക്ച്വലി ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവനൊന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും ഞങ്ങളൊന്ന് ടെൻഷനായിപ്പോയി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ, ശരി നീ വാ നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സൺറൈസ് കാണുന്ന രീതിയിൽ അവരെല്ലാവരും കൂടെ ഒരുമിച്ചൊരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അന്ന് അവർക്ക് കറങ്ങാൻ പോകാനുള്ള സ്ഥലം എന്ന് പറയുന്നത് അമ്യൂസ്മെൻറ്റ് പാർക്കായിരുന്നു. അതും എല്ലാ ഗ്രൂപ്പും അങ്ങോട്ടേക്കല്ല പോകുന്നത്, ചില ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഇന്ന് ടീച്ചറാണെങ്കിൽ പറഞ്ഞയക്കാൻ പോയത് ഒരു ഗേൾസിൻ്റെ ഒരു ഗ്രൂപ്പായിരുന്നു. അതിൽ 3 പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഗേൾസിൻ്റെ കൂടെ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഹിയോക്കി ഒഴിച്ച് ബാക്കി 4 പേരും ഒരുമാതിരി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഹിയോക്കി വിചാരിക്കുന്നുണ്ട്, അല്ല ഗേൾസിൻ്റെ കൂടെ പോകുന്നത് അത്രയും മോശമായിട്ടുള്ള കാര്യമാണോ? ഇവരെ ബ്രേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ശരിയാണ്, മേ ബി ഗേൾസിൻ്റെ കൂടെ പോകുന്നത് അവർക്കിപ്പോൾ ഓക്കെ ആയിരിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ഇങ്ങനെ ഗേൾസിൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവുമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. മോറിസാക്കിയപ്പോൾ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോ റീസൺ പറഞ്ഞ് ഓരോ വഴിക്ക് പോകാം, എന്നിട്ട് നമുക്ക് ഇത്രയും പേർക്ക് മാത്രം ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ടീച്ചർമാരെന്തായാലും നമ്മൾ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് നടക്കാനും പോകുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ എത്തുമ്പോഴത്തേക്കും പതുക്കെ ആ പെമ്പിളരുടെ അടുത്ത് നിന്ന് ഓരോന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു പെൺകുട്ടികൾ പറ്റത്തില്ല, എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം, അതേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ടീച്ചർ ഇറങ്ങിയ പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പോകാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവരാരും പ്ലാൻ വർക്കൗട്ടാകുന്നില്ല. അതിൽ ഓരോ പെൺകുട്ടികളും ഇവന്മാരിൽ ഓരോരുത്തരെ വളയ്ക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കയ്യും പിടിച്ചൊക്കെയാണ് ആ പെൺപിള്ളേർ നടന്നു പോകുന്നത്. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ അവർ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അകത്തേക്ക് കയറി കഴിയുന്ന ടൈമിൽ ഈ ക്യൂട്ടായിട്ടുള്ള ബോയും സംഭവങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഓരോരുത്തർ ഓരോന്നൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ വധറായി ഹിയോക്കിക്ക് വേണ്ടിയിട്ടൊരെണ്ണം വെച്ച് കൊടുത്തിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വധറായി മറ്റൊന്നെടുത്ത് വെച്ചിട്ട് ഹിയോക്കിയുടെ അടുത്ത് എങ്ങനെയുണ്ട് ക്യൂട്ടാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നീട് റൈഡിൽ കയറുന്ന ടൈമിലായാലും വധറായി ആണെങ്കിൽ ഹിയോക്കിനെ അവൻ്റെ അടുത്തേക്കാണ് പിടിച്ചിരുന്നത്. അവർ രണ്ടുപേരും മാത്രമായിരിക്കും ഒരെണ്ണത്തിൽ ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ അടുത്ത് ഫുഡ് കഴിക്കുന്ന ടൈമിനായാലും ഹിയോക്കി കഴിക്കുന്ന സമയത്ത് സോസ് എല്ലാം അവൻ്റെ ചുണ്ടിൻ്റെ സൈഡിലാകുമ്പോഴത്തേക്കും അതൊക്കെ തുടച്ചെടുക്കുന്നത് വധറായി തന്നെയാണ്. ഇതെല്ലാം തന്നെ ആ ഒരു 3 പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിലൊരു പെൺകുട്ടി നല്ലതുപോലെ തന്നെ ഇവരെ തന്നെ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഈ 3 പെൺപിള്ളേരും കൂടെ ആയിട്ട് ഹിയോക്കിനെ പിടിച്ചെടുത്ത് മാറ്റി നിർത്തിയിട്ട് നീയും വധറായി എങ്ങനെയാണ് ഇത്രയും ക്ലോസ് ആയത്, എങ്ങനെ ക്ലോസ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് കൂടെ പറഞ്ഞാൽ പിന്നെ വധറായിക്ക് എങ്ങനത്തെ പെൺകുച്ചിനെ ഇഷ്ടമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആട്ടേന് മറ്റൊരു പെൺകുച്ചി നഗാസാത്തോയ്ക്ക് എങ്ങനത്തെ പെൺകുട്ടീനെ ഇഷ്ടമെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത പെൺകുച്ചാണെങ്കിൽ മോർസാക്കിക്ക് എങ്ങനെയുള്ള പെൺകുട്ടികളെ ഇഷ്ടം, അവൻ എങ്ങനെ ശരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹിയോക്കിക്ക് ഇതെന്തെങ്കിലും മറുപടി പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല നിങ്ങൾ എങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ വധറായി ഞാനും ക്ലോസ് ആയത് ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ജസ്റ്റ് അങ്ങ് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടികൾ വീണ്ടും എനിക്കിങ്ങനെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം വധറായി ഇത് കണ്ടിട്ട് എന്താ കാര്യം ഇങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് ആ പെൺകുട്ടികൾ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. ഹിയോക്കി ആണെങ്കിൽ ഒന്നുമില്ല എന്നങ്ങ് തിരിച്ച് പറയുകയാണ്. അതിനുശേഷം എല്ലാവരും കൂടെ ആയിട്ട് മറ്റൊരു റൈഡ് കയറാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഹിയോക്കിക്ക് അത്രയും ഫാസ്റ്റായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള റൈഡൊന്നും പറ്റത്തില്ല കയറാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അവരപ്പോൾ കുറേ തവണ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഓക്കെ അല്ലേ എന്നൊക്കെ. അവനപ്പോൾ അതായത് നിങ്ങൾ പോയിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഹോത്തേക്കാണെങ്കിൽ ശരിയെന്നാൽ ഞങ്ങൾ പോയിട്ട് വന്നോണ്ടേ തന്നെ നിനക്ക് പറ്റുന്നൊരു റൈഡിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കയറാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു ക്യൂവിൽ നിൽക്കാനായിട്ട് പോകുന്നുണ്ട്. ഹിയോക്കി മറ്റൊരിടത്തേക്ക് പോയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ക്യൂവിൽ നിൽക്കുന്ന ടൈമിന് ആ ഒരു 3 പെൺപിള്ളേരും ചോദിക്കുന്നുണ്ട്, നമുക്കിത് കഴിഞ്ഞിട്ട് മറ്റൊരു റൈഡിൽ കയറിയാലോ എന്ന്. ആ സമയം പക്ഷേ ഹിയോക്കി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ, ഇത് കഴിഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോകണ്ടേന്ന് വധറായി ഇങ്ങനെ ചോദിക്കുന്ന ടൈമിന് അല്ല അവൻ എന്തായാലും വെയിറ്റ് ചെയ്യാൻ പോവില്ലേ, പിന്നെ നമുക്ക് മറ്റൊരു റൈഡിൽ കൂടെ കയറി തരാം, പിന്നെ അവൻ എന്തായാലും അങ്ങനത്തെ റൈഡൊന്നും പറ്റത്തില്ലല്ലോ എന്ന് ആ പെൺകുട്ടികൾ വീണ്ടും പറയുന്നുണ്ട്. വധറായി അപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഹോത്തയും ശരിയാണ്, അവനങ്ങനെ ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം പെൺകുട്ടികൾ അതിനിപ്പോൾ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സത്താണെങ്കിൽ അവനങ്ങനെ ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. മോർസാക്കിയും നിങ്ങൾക്ക് ആ റൈഡിൽ കയറണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ 3 പേരും പോയി കയറിക്കോ, ഞങ്ങൾ എന്തായാലും തിരിച്ച് അവൻ്റെ അടുത്തേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. വധറായി ആയാൽ പോലും ഈ ഒരു റൈഡ് കഴിഞ്ഞുകൊണ്ടേ തന്നെ ഞാൻ ഹിയോക്കിയുടെ അടുത്തേക്ക് തന്നെ പോയി നിൽക്കും, പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് മാറത്തില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം അവരെ രണ്ടുപേരും എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ മുമ്പ് ഇത്രയും ക്ലോസ് അല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പോഴെന്താ നീയാണെങ്കിൽ ഹിയോക്കിയുമായിട്ട് ഇത്രയ്ക്ക് ക്ലോസ് ആയത്, അല്ലെങ്കിൽ തന്നെ അവനിൽ എന്ത് കണ്ടിട്ടാണ് ഇത്രയും ക്ലോസ് ആയത്, എന്താണ് ഉള്ളത് അവനിൽ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ആലോചിച്ചിട്ട് വധറായി ആണെങ്കിൽ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാൽ അതെന്താണ് നമ്മളിപ്പോൾ കേൾപ്പിക്കുന്നില്ല. ഇതേ സമയം ഹിയോക്കി ആണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ വധറായി ആണെങ്കിൽ തന്നെ ഇത്രയും കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തുകൊണ്ടായിരിക്കും
ഇത്രയും കെയർ ചെയ്യുന്നത് എന്നൊരു ചിന്തയിൽ അവനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവരുടെ റൈഡ് കഴിഞ്ഞ് കാണും എന്നൊരു ടൈം ആകുമ്പോഴത്തേക്കും അവനാണെങ്കിൽ എഴുന്നേറ്റ് പോകാനേ നിൽക്കാണ്. എന്നാൽ ആ സമയം ഒരു കുഞ്ഞു പയ്യൻ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത്. അതേസമയം വീണ്ടും വധരായനെയൊക്കെ കാണിക്കുമ്പോൾ അവരവരുടെ റൈഡ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഹിയോക്കിനെ അവിടെയൊന്നും കാണുന്നില്ല. അങ്ങനെ അവരവനെ ചുറ്റും നോക്കുന്നുണ്ട്, കോൾ ചെയ്ത് നോക്കുന്നുണ്ട്, എന്നാൽ കിട്ടുന്നില്ല. അവർക്ക് ഇങ്ങനെ ടെൻഷൻ ആവുന്നുണ്ട്, ഹിയോക്കി എങ്ങാനും വഴി തെറ്റി പോയി കാണും, ടീച്ചർ ഇറങ്ങിയ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ. അതേസമയം ഹിയോക്കിനെ കാണിക്കുകയാണെങ്കിൽ ആ ഒരു കുഞ്ഞു പയ്യനെ എടുത്തുകൊണ്ട് അവൻ എങ്ങോട്ടേക്കും ഇങ്ങനെ നടക്കുന്നുണ്ട്. കോള് വരുന്നുണ്ടെന്നറിയാം, എന്നാൽ ആ ഒരു കുഞ്ഞു പയ്യനെ ഇങ്ങനെ തോളത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അവന് ഇവരെ കോൾ അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.